ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കുറേ ഗ്യാപ്പുകൾക്ക് ശേഷം നമ്മൾ പുതിയ വീഡിയോ വന്നേക്കാണ്. ലോങ് വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഡ്യൂട്ടി ആയതാണ്, നമുക്ക് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു നല്ലൊരു ദിവസത്തിൽ വെച്ചിട്ട് നമുക്ക് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെല്ലാം ഇപ്പം ഈസ്റ്ററിൻ്റെ വിഷുവിൻ്റെ വെക്കേഷന് വേണ്ടി വന്നേക്കാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിഷു ഒരുക്കുന്നതും വിഷു റിലേറ്റഡ് വീഡിയോ ആയിരിക്കും ഈ ഒരു വീഡിയോയ്ക്ക് നമ്മൾ ഉൾപ്പെടുത്താൻ പോകുന്നത്. സോ ഞാനും കണ്ണനും കൂടാണ് ഈ വട്ടത്തെ വിഷു ഒരുക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അമ്മ ഫുൾ റെസ്റ്റാണ്. അപ്പം എന്തൊക്കെ കാണിക്കുന്നുണ്ടോ അതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്താൻ കാണാം. ഫുൾ പൊട്ടത്തരങ്ങളാണ് ഇത് കാണിക്കാൻ പോകുന്നത്. ഞങ്ങൾ അപ്പം കുറച്ച് വീഡിയോസും നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഗൈസ്, നമ്മൾ കണി ഒരുക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഈ വട്ടത്തെ വിഷു ഞാനാണ് കണി ഒരുക്കുന്നത്. എനിക്കത് ലാസ്റ്റ് വിഷു ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. സോ ഈ വീഡിയോ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വിഷുവാണ് എൻ്റെ. അപ്പം എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ തന്നെ ഒരുക്കി ഞാൻ തന്നെ കണി കാണണമെന്ന്. സോ അതിന് നമ്മൾ കടയല്ല വിഷു ഒരുക്കുന്നത്. നമ്മൾ കുരണ്ടി വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് പാത്രം വെച്ചിട്ട് അതിനുള്ളിൽ ഫ്രൂട്ട്സും അങ്ങനെയൊക്കെ എടുക്കുകയാണ് വിചാരിച്ചത്. എന്നാൽ കണിക്കൊന്നും കുറച്ച് അധികം ഈ വട്ടം കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞിട്ട് ഒരു കണിക്കൊന്നും പോലും ഇല്ലായിരുന്നു. നമ്മളൊക്കെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പ്ലാസ്റ്റിക് പോലത്തെ സംഭവമായിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ നമുക്ക് നാച്ചുറൽ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറത്തായിട്ടൊക്കെ നമുക്ക് കണിക്കൊന്ന ഇടണമെന്ന് പ്ലാൻ ഉണ്ട്. അപ്പോൾ കണ്ണനാണ് വീഡിയോ എടുത്തു തരുന്നത്. സോ പറ്റിയാൽ പറ്റി. അപ്പോൾ നമ്മളിത് ഒരു പാത്രം നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിന് മുമ്പ് തന്നെ നമ്മൾ ഇത് മറന്നുപോയി. നമ്മളൊരു തോർത്ത് നമ്മൾ ഉപയോഗിക്കാത്ത പുത്തൊരു തോർത്ത് കഴുകി എടുത്തിട്ട് നമ്മൾ ഉണക്കിയതാണ്. ഒന്ന് വെച്ച് കൊടുക്കാം. നമുക്ക് പാത്രം വെച്ച് കൊടുക്കാം. ഇതെല്ലാം വൃത്തിയാക്കിയാട്ടോ നമുക്ക് നമ്മൾ എല്ലാ സാധനവും കുറച്ച് എമൗണ്ടിൽ വാങ്ങിയിട്ടുള്ളൂ. ഓരോരോ സാധനം വെച്ചിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. നമ്മുടെ പഴമുണ്ട്, പഴം, വാട്ടർമെലൻ, മാംഗോ, വെള്ളരിക്ക, മത്തങ്ങ, ഓറഞ്ച്, ആപ്പിള്, അനാറ്, അങ്ങനെ എല്ലാം ഓരോ സാധനം വെച്ചാൽ അധികം നമ്മൾ വെക്കണ്ടെന്ന് വിചാരിച്ചു. ഫസ്റ്റ് മത്തങ്ങ വെക്കാം അല്ലേ. മത്തങ്ങ നമ്മൾ ഒരു സൈഡിലായിട്ട് വെച്ചു. അതിന് നമുക്ക് വെള്ളരി വെക്കാം. ഈ വിഷുവിന് ഏറ്റവും മെയിൻ സംഭവം വെള്ളരി വെക്കാം. അതിന് നമുക്ക് പഴം ഇങ്ങനെ ഹൈലൈറ്റ് ആയിട്ട് വെച്ച് കൊടുക്കാം. കുറച്ചും ആപ്പിളും ഒന്നിച്ച് വെക്കാം ഒരു സൈഡിലായിട്ട്. ഒരു ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്യാം. അതായത് നമുക്ക് മാങ്ങയും നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്താണെന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കാം. വാട്ടർമെലൻ വെച്ചില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലമില്ല, വലിയ പാത്രമില്ല. ഇതിൽ വെക്കണം നമുക്കാണ്. ആ വീഡിയോക്കകത്ത് ഞങ്ങൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഫുള്ളായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് നമുക്ക് ബോധം ഉദിച്ചത് അത് കട്ട് ചെയ്തിട്ട് വെക്കാണ്. സോ കണ്ണൻ ഇവിടെ ഇരിപ്പുണ്ട്. അത് നമ്മൾ കത്തി എടുത്തിട്ട് അതായിട്ട് നമ്മൾ മുറിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ പാത്രം കുഞ്ഞതായിപ്പോയി, വാട്ടർമെലനും വെള്ളരിയൊക്കെ വലുതായിപ്പോയി. സോ നമ്മൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കട്ടെ. അമ്മയ്ക്ക് വയ്യ, അപ്പം അമ്മ അവിടെ കിടക്കാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ചുമതല നമ്മൾ ഏറ്റെടുത്തത്. അപ്പം എനിക്ക് കുറച്ച് ബുദ്ധിയുണ്ട്. സോ അതുകൊണ്ട് നമ്മളിപ്പം കറക്റ്റായിട്ട് പൊക്കോണ്ടിരിക്കുന്നു. അപ്പം എന്താണെന്ന് അറിയത്തില്ല, കണ്ണൻ ആണ് എൻ്റെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അവനെന്നെക്കാട്ടി കുഞ്ഞതാണെങ്കിൽ പോലും അവനാണ് കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാവുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ എനിക്കൊരു മടിയുമില്ല. നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോകാം. സോ ഗൈസ്, നീണ്ട ഒരു എന്താ പറയുക ഡിസ്കഷനും മാറ്റിവെപ്പലും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തീരുമാനിച്ചത് ഇങ്ങനെയാണ്. നമ്മൾ കണിക്കൊന്ന ഫിറ്റിങ്ങും പാത്രത്തിൽ നമ്മളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം. സോ നമ്മളിപ്പം കണി ഒരുക്കാൻ വേണ്ടി എടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴം, ആപ്പിള്, ഓറഞ്ച്, മാതള നാരങ്ങ, മാംഗോ, പിന്നെ മുന്തിരി, പച്ചമുന്തിരി, മത്തങ്ങ, അതിൻ്റെ ഒരു വെള്ളരിക്ക ഉണ്ട്, വെള്ളരിക്ക, ദെൻ നമ്മുടെ വാട്ടർമെലൻ. ഇത്ര സംഭവങ്ങളാണ്. പിന്നെ വാൽക്കണ്ണാടിയും സെറ്റും പിന്നെ പൈസയൊക്കെ നമ്മൾ കഴിഞ്ഞിട്ട് വെക്കുന്നതായിരിക്കും. പിന്നെ കണിക്കൊന്ന നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. നമുക്കിവിടെ ഇത്ര ഒരു കണിക്കൊന്ന, ഇതാണ് മെയിൻ നമ്മുടെ കണിക്കൊന്ന. പിന്നെ കുറച്ച് ഇവിടെ നിൽപ്പുണ്ട്, പക്ഷെ കുറച്ച് വാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴേ അത് നോക്കാം, സെറ്റാക്കാം. ഗൈസ്, കണ്ണൻ്റെ ക്രിയേറ്റിവിറ്റി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇവിടെ ഗ്യാപ്പിനകത്ത് അങ്ങനെ ഇരിക്കുന്നത് സെറ്റാക്കിയിട്ട് കാണാം.
സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കിനി വിളക്ക് നമ്മൾ രാവിലെ സെറ്റാക്കുന്നുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ വിളക്കിന് ചുറ്റുമുള്ള വിളക്കിൻ്റെ സംഭവം രാവിലെ നമ്മൾ സെറ്റാക്കുന്നു കാണുക. പിന്നെ കണ്ണനെ ക്രിയേറ്റിട്ട് നമ്മൾ രണ്ടും ഹാങ് ചെയ്തിട്ടുണ്ട്, സെറ്റാക്കിയിട്ടുണ്ട് നമ്മളിനി. പിന്നെ നമ്മൾ പട്ട് വെക്കുന്നുണ്ട്. പട്ടിൻ്റെ മുകളിലായിട്ട് ചില്ലറ പൈസ, പിന്നെ ഇത് നമ്മൾ കണ്ണാടി നമുക്ക് വാൽക്കണ്ണാടി നമ്മൾ പാല് വെച്ചിട്ട് സമയത്ത് അതെവിടെ മിസ്സായി പോയത്, കിട്ടിയിട്ടില്ല. നമുക്ക് സെറ്റാക്കാം. അപ്പം അതിന് വെക്കണം. അപ്പം നമ്മൾ സാധാരണ നമ്മൾ 101 രൂപയാണ് നമ്മൾ വെക്കുന്നത്, 101 രൂപ. പിന്നെ ഇവിടെ ഇനി വിളക്കും സ്വർണം വെക്കുന്നുണ്ട്. നമ്മൾ സ്വർണം എന്തെങ്കിലും മാലയോ കമ്മലോ എന്തെങ്കിലും സ്വർണത്തിൻ്റെ പേരിൽ വെക്കുന്നുണ്ട്. അപ്പം അത്രേ ഉള്ളൂ. അപ്പം ഇപ്പം നമ്മൾ കിടക്കാൻ വേണ്ടി പോവാം. രാവിലെ നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ഫുൾ വീഡിയോ കാണിച്ചു തരാം. നമ്മൾ ഗേറ്റ് തുറക്കുമ്പോൾ എന്താണ് വ്യൂ നിൽക്കാൻ കാണിച്ചു തരും. അപ്പോൾ കഴിഞ്ഞിട്ട് നമുക്ക് ഗൈസ്. അപ്പം ഞാൻ നമ്മുടെ വിഷുക്കണിയുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിച്ചു തരാം. ബിഫോർ ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ. ലൈറ്റ്സ് ഓൺ. കണ്ണനെ കരിമുകിലമ്പരനെ പാട്ടിടുന്നതായിരിക്കും. മഴയായി കിളിവാതിലിൽ വന്നു ചാരേ നിന്നെ കൺപാർക്കുവാൻ. കണ്ണനെ